നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അസമിലെ കർബി ആംഗ്ലോങ്ങിൽ നമ്മുടെ സുഖോയ് 30 MKI യുദ്ധവിമാനം തകർന്നു വീണു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. തിരച്ചിൽ, അവിടെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിലൊക്കെ പുരോഗമിക്കുകയായിരുന്നു. വിമാനത്തിൽ പൈലറ്റുമാരുണ്ടായിരുന്നു. അവരുടെ കാര്യം എന്തായി എന്നുള്ളതിനും വളരെ ആശങ്ക തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത, യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ച് 2 ധീരരായുള്ള പൈലറ്റുമാർക്ക് വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. സ്ക്വാഡ്രൺ ലീഡർ അനുജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരക്കർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചതെന്ന് വ്യോമസേന അറിയിച്ചു. പൈലറ്റുമാരുടെ വിയോഗത്തിലും സേന അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 7:42 ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനവുമായുള്ള റഡാർ ബന്ധം പിന്നീട് സുഖോയ്ക്ക് നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ തീവ്രമായ തെരച്ചിലിനൊടുവിലാണ് ജോർഹട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിമാനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. ദുർഘടമായ മലനിരകളിലാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ മോശം കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയും തിരച്ചിലിന് തടസ്സമായെങ്കിലും സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ ദൗത്യത്തിലൂടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസോടെയാണ് നിർമ്മിക്കുന്നത്. പരിശീലന പറക്കലിനിടെയുണ്ടായ ഈ വലിയ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമസേന ഉന്നതതല അന്വേഷണത്തിനും ഉത്തരവിട്ടു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതോടെ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. സുഖോയ് 30 MKI യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ് വിമാനഭാഗങ്ങൾ കണ്ടെത്തിയത്. അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനിടെ പുറപ്പെട്ട വിമാനമായുള്ള ബന്ധം ഇന്നലെ വൈകിട്ട് 7:42 നഷ്ടപ്പെട്ടത്. ജോർഹട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള കർബി ആംഗ്ലോങ് എന്ന മലയോര മേഖലയിലാണ് വിമാനം തകർന്നു വീണതെന്ന് വ്യോമസേന പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച 2 സീറ്റുകളുള്ള മൾട്ടി റോൾ ലോങ് റേഞ്ച് യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ 260-ലധികം സുഖോയ് വിമാനങ്ങളുണ്ട്. അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ സുഖോയ് Su-30 MKI രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ മുൻനിര പോരാട്ട വിമാനമായാണ് കണക്കാക്കപ്പെടുന്നത്. തിരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങളും ഹെലികോപ്റ്ററുകളും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ അത്യാധുനിക ഏവിയോണിക്സ് സംവിധാനങ്ങളുടെയും ആയുധ ശേഖരങ്ങളുടെയും സമന്വയമാണ് സുഖോയ് നിർമ്മിച്ചത്. റഷ്യയാണ് ഓപ്പറേഷൻ സിന്ദൂറിലടക്കം പങ്കെടുത്ത യുദ്ധവിമാനമാണിത്. കർബി ആംഗ്ലോങ്ങിലെ നിലിപ് ബ്ലോക്കിന് സമീപം രാത്രി 7 മണിയോടെ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായും പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചു. തുടർന്ന് പോലീസും വ്യോമസേനയും നടത്തിയ തിരച്ചിലാണ് വിമാനം തകർന്ന നിലയിൽ കണ്ടെത്തിയത്. പൈലറ്റുമാർക്ക് മാരകമായി പരിക്കേറ്റിരുന്നതായും അവരെ രക്ഷിക്കാനായില്ലെന്നും വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. റഷ്യൻ വിമാന നിർമ്മാതാക്കളായ സുഖോയ് വികസിപ്പിച്ചെടുത്ത 2 സീറ്റുകളുള്ള മൾട്ടി റോൾ ദീർഘദൂര യുദ്ധവിമാനമാണ് Su-30 MKI. നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസിന് കീഴിൽ ഈ വിമാനം നിർമ്മിക്കുന്നുണ്ട്. 1997 ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. നിലവിൽ 260-ലധികം സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട്. സുഖോയ് വിമാനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 ജൂണിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലും 2023 ജാനുവരിയിൽ ഗോളിയോർ വ്യോമതാവളത്തിന് സമീപവും സുഖോയ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. പുതിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട കാരണം കണ്ടെത്താൻ വ്യോമസേന ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുൻപ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു അപകടം സംഭവിച്ചു എന്നതടക്കമുള്ളതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുദ്ധ മുഖങ്ങളിൽ ഏറ്റവും ശക്തനായി നിൽക്കുന്ന വിമാനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത്. 2 നമുക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 സൈനികരെയാണ് നമുക്ക് രാജ്യത്തിനെ നഷ്ടമായിരിക്കുന്നത്. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും ഇത്തരത്തിലുള്ള പരീക്ഷണ പറക്കലിനിടെ ചെറു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ അപകടത്തിൽപ്പെടുന്നത് എപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. പലപ്പോഴും അതിൽ നിന്ന് പൈലറ്റുമാരടക്കം രക്ഷപ്പെടാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ വിധി അവരുടെ ജീവൻ കവർന്നെടുക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഒരു തീരാ നഷ്ടം തന്നെയാണ്. എപ്പോഴും യുദ്ധ മുഖങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന യുദ്ധവിമാനങ്ങളിലൊന്നാണ് സുഖോയ് വിമാനങ്ങൾ. ഏകദേശം 260-ലധികം സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. മാത്രവുമല്ല, ഏറ്റവും ഒടുവിലായിട്ട് മെയ് മാസത്തിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിലടക്കം പങ്കെടുത്തിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സുഖോയ് വിമാനങ്ങൾ. അത്രയേറെ കരുത്തുറ്റ നമ്മുടെ സൈനിക പ്രതിരോധ ശേഷിയിൽ എപ്പോഴും എടുത്തു പറയാവുന്ന സുഖോയ് യുദ്ധവിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് വ്യോമയാന മന്ത്രാലയം അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഉത്തരം വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, വിമാനം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. പ്രത്യേകിച്ച് വളരെ ദുർഘടമായിട്ടുള്ള മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ വൈകിയത്. വളരെ അപകടം നടന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ വളരെ വൈകി ഇവരുടെ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു വൈകൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ അന്വേഷണം പുരോഗമിക്കുകയാണ്.